എലിക്കുളം പഞ്ചായത്തിലെ ഇളംകുളം പള്ളി ത്രിവേണി റോഡിന്റെ പുനർനിർമ്മാണം വാഗ്ദാനം ചെയ്ത് പണപ്പിരിവ് നടത്തിയെന്ന ഒരു വിഭാഗം നാട്ടുകാരുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ തുടുക അറിയിച്ചു. ഓഫീസ് കെട്ടിട നിർമ്മാണത്തിനായി എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും സംഭാവനകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും സാജൻ തുടുക പറഞ്ഞു. എലിക്കുളം പഞ്ചായത്തിലെ ഇളംകുളം പള്ളി ത്രിവേണി റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ച നാട്ടുകാർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. എന്നാൽ നാട്ടുകാരുടെ ആരോപണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ തുടുക നിഷേധിച്ചു. റോഡിന്റെ പുനർനിർമ്മാണം വാഗ്ദാനം ചെയ്ത് ആരിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടില്ലെന്നും സാജൻ തുടുക പറഞ്ഞു. പാർട്ടി ഫണ്ടിലേക്ക് സംഭാവനകൾ സ്വീകരിക്കുന്നത് സാധാരണമാണ്. പൈകയിൽ കേരള കോൺഗ്രസ് എം മണ്ഡലം കമ്മിറ്റിക്ക് ആസ്ഥാന മന്ദിരം പണിയുന്നതിനാണ് പാർട്ടി പ്രവർത്തകർ സംഭാവന സ്വീകരിച്ചതെന്നും സാജൻ തുടുക വെളിപ്പെടുത്തി. ഇതിനായി എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും സംഭാവനകൾ സ്വീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നവരോട് എല്ലാവരോടും പിരിവ് ചോദിക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവർ പിരിവ് തരും, ഇഷ്ടമില്ലാത്തവർ പിരിവ് തരും. അതിനകത്ത് റോഡ് തരണം എന്ന് പറയുന്നവർ റോഡ് തരാൻ പരിശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെന്ന് പറയാനില്ല, റോഡ് തരാം. അല്ല, റോഡ് തന്നാൽ ഈ പൈസ തരാമെന്ന് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും വേണ്ട പ്രത്യേകിച്ച് റോഡുണ്ടോ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിൽ സംഭാവനകൾ സ്വീകരിക്കാറുണ്ടെന്നും സാജൻ തുടുക പറഞ്ഞു. റോഡിന്റെ ശോച്യാവസ്ഥ സ്ഥലം എംഎൽഎയും ധനകാര്യമന്ത്രിയുമായ കെ.എം. മാണിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ റോഡുകൾക്ക് ഇപ്പോൾ പുനർനിർമ്മാണ ഫണ്ട് അനുവദിക്കുന്നില്ല. ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്നും നാട്ടുകാരുടെ പ്രതിഷേധം സത്യാവസ്ഥ മനസ്സിലാക്കാതെയുള്ളതാണെന്നും സാജൻ തുടുക പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. ജോലിക്ക് നിന്ന വീട്ടിൽ നിന്ന് സ്വർണവും പണവും കവർന്ന യുവതിയും ഭർത്താവും പോലീസ് പിടിയിൽ. പൊൻകുന്നം PNB റോഡിൽ ചിത്രാഭവനിൽ ദിവാകരന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ഗ്രാമദീപം ചെറിയ പറമ്പിൽ സന്ധ്യ, ഭർത്താവ് സുനിൽകുമാർ എന്നിവരെയാണ് പൊൻകുന്നം CI രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ദിവാകരന്റെ വീട്ടിൽ നിന്നും 1 ലക്ഷം രൂപയും 20 പവന്റെ ആഭരണവും മോഷ്ടിച്ച കേസിലാണ് ഇവർ പിടിയിലായത്. സെൻട്രൽ കേരള സഹോദയയുടെ ആഭിമുഖ്യത്തിൽ മരങ്ങാട്ടുപള്ളി ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ ഒക്ടോബർ 31, നവംബർ 1, 2 തീയതികളിൽ വിദ്യാഭ്യാസ പ്രദർശനം നടത്തുന്നു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നിന്ന് 150ഓളം CBSE സ്കൂളുകൾ പ്രദർശനത്തിൽ പങ്കെടുക്കും. വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും പ്രദർശനം കാണാൻ അവസരം ഒരുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാലായുടെ ആകാശക്കാഴ്ച നുകരാൻ ഹെലികോപ്റ്റർ സർവീസും ഒരുക്കിയിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ ലേബർ ഇന്ത്യ ചെയർമാൻ ജോർജ് കുളങ്ങര, രഘുനാഥൻ പിള്ള, ഡെനി ജോർജ്, മാണി പകലോമറ്റം, രാജേഷ് ജോർജ് കുളങ്ങര തുടങ്ങിയവർ പങ്കെടുത്തു. എലിക്കുളം പഞ്ചായത്തിലെ 2ാം മൈൽ ഏഴികുന്ന് മുകളെപീടിക റോഡിന്റെ പുനർനിർമ്മാണത്തിന് സർക്കാർ ഭരണാനുമതി നൽകി. 1,91,50,00,000 രൂപയ്ക്കാണ് റോഡ് പുനർനിർമ്മിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ തുടുക അറിയിച്ചു. 1971 നാട്ടുകാരുടെ ശ്രമഫലമായി നിർമ്മിച്ച കോട്ടയം കപ്പാട് റോഡിന്റെ ഭാഗമാണ് 2ാം മൈൽ ഏഴികുന്ന് മുകളെപീടിക റോഡ്. TK ദിവാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ റോഡ് PWD ഏറ്റെടുത്തു. റോഡിന്റെ കാഞ്ഞിരപ്പള്ളി, പള്ളിക്കത്തോട് പഞ്ചായത്തുകളിൽപ്പെടുന്ന 9 കിലോമീറ്റർ ദൂരം അന്നു മുതൽ ഗതാഗതയോഗ്യവുമാണ്. എലിക്കുളം പഞ്ചായത്തിൽ 2ാം മൈൽ മുതൽ ഊന്തുകവല വരെയും ഏഴികുന്ന് മുതൽ മുകളെപീടിക വരെയും ടാറിംഗ് ജോലികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഊന്തുകവല മുതൽ ഏഴികുന്ന് വരെയുള്ള 1.5 കിലോമീറ്റർ ദൂരം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിന് പ്രദേശവാസികൾ അധികൃതർക്ക് നിരവധി പരാതികളും നിവേദനങ്ങളും നൽകിയിരുന്നു. പരാതിയെ തുടർന്ന് അധികൃതർ നടത്തിയ പല നീക്കങ്ങളും പ്രഹസനമാണെന്ന് തിരിച്ചറിഞ്ഞ നാട്ടുകാർ കർമ്മസമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ തുടുക വിഷയം സ്ഥലം MLAയും ധനകാര്യമന്ത്രിയുമായ കെ.എം. മാണിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. റോഡിന്റെ പുനർനിർമ്മാണത്തിന് 1,91,50,00,000 രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി സാജൻ തുടുക പറഞ്ഞു. പാലാ നിയോജകത്തിന്റെ റോഡ് എന്ന് പറയുന്ന റോഡ് വന്നിരിക്കുന്നത് നമ്മുടെ 2ാം മൈൽ ഏഴിക്കുന്ന് മുളക്കൽപീടിക റോഡാണ് വന്നിരിക്കുന്നത്. ആ റോഡിന് 1,91,50,00,000 രൂപ ക്യാബിനറ്റ് അംഗീകരിച്ച് പാസ്സാക്കി, TS AS പാസ്സാക്കി. നമ്മുടെ മാണിസാറിന്റെ ഔദ്യോഗികമായിട്ട് മാണിസാറിന്റെ കയ്യിൽ അതിന്റെ ഭരണാനുമതി നൽകിക്കൊണ്ട് മേശപ്പുറത്ത് ഫയൽ വന്നിട്ടുണ്ട്. പുനർനിർമ്മാണത്തിനായി ഫണ്ട് അനുവദിപ്പിക്കുന്നതിന് മുൻകൈയെടുത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കർമ്മസമിതി അനുമോദിച്ചു. ഏഴികുന്നിൽ നടന്ന യോഗത്തിൽ വാർഡ് മെമ്പർ ഗോപിനാഥൻ നായർ, രാധാകൃഷ്ണൻ നായർ നരിപ്പാറ, ടോമി, മനോജ്, എബ്രാഹിം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. ബൈപ്പാസായി ഉയർത്തിയ മണിമല പഴയിടം പൊതുമരാമത്ത് റോഡിലൂടെ ബസ് സർവീസുകൾ ആരംഭിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുന്നു. 10 വർഷം മുമ്പാണ് ഈ റോഡിനെ ബൈപ്പാസായി ഉയർത്തിയത്.
1951 അഡ്വക്കേറ്റ് എബ്രഹാം കരുനാട്ടിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ സംഘടിച്ചാണ് മണിമല മുതൽ പഴയിടം വരെ റോഡ് നിർമ്മിച്ചത്. ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത റോഡ് പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് വീതി കൂട്ടി നിർമ്മിച്ചത്. 2001 ജോർജ് എ. മാത്യു MLA മുൻകൈയെടുത്ത് മണിമല എരുമേലി ബൈപ്പാസ് റോഡാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ഇതിനെ തുടർന്ന് റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തു. മണിമല മുതൽ എരുമേലി വരെ 14.5 കോടി രൂപ ചെലവിട്ട് റോഡ് വീതി കൂട്ടി നിർമ്മിച്ചെങ്കിലും 3 വർഷത്തിന് ശേഷമാണ് റോഡിന്റെ ഉദ്ഘാടനം നടന്നത്. അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന NK മുനീറാണ് റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകിയത്. 8 മീറ്റർ വീതിയിൽ നവീന സൗകര്യങ്ങളോടെ നിർമ്മിച്ച റോഡ് മണ്ഡലകാലത്ത് എരുമേലിയിൽ നിന്നുള്ള വൺ വേ ആയി ഉപയോഗിക്കുമെന്നായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ വാഗ്ദാനം. പക്ഷേ പിന്നീട് പൊതുമരാമത്ത് വകുപ്പ് അടക്കമുള്ള ബന്ധപ്പെട്ട അധികൃതർ റോഡിനെ അവഗണിച്ചു. ഒരു ബസ് റൂട്ട് പോലും ഇതുവരെ ആരംഭിക്കാൻ കഴിഞ്ഞില്ലെന്ന് ഈ റോഡിനു വേണ്ടി ഏറെ പ്രയത്നിച്ച പ്രമുഖ രാഷ്ട്രീയ നേതാവും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ NA ഗ്രിഗറി പറഞ്ഞു. വെള്ളം കൊണ്ടുപോകാനുള്ള പൈപ്പ് ലൈൻ വേണ്ടി റോഡ് കുഴിച്ച് നാശമാക്കി കളഞ്ഞിരിക്കുക. ഇതൊന്നും അധികൃതരുടെ ശ്രദ്ധയപ്പെടുത്തിയിട്ടും കാര്യമായ ഒരു പ്രവർത്തനവും നശിപ്പിച്ച റോഡിൻ്റെ പുനരുദ്ധാരണം ഇതുവരെ നടത്താൻ കഴിഞ്ഞിട്ടില്ല. വളരെയേറെ യാത്രക്കാർ സഞ്ചരിക്കുന്ന ഈ റോഡിലൂടെ ബസ് സർവീസ് തുടങ്ങണമെന്നുള്ള ആവശ്യം പഴയകാലം തൊട്ട് ഞങ്ങളൊക്കെ അധികാരികളുടെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. പല ബസ് ഉടമകളെ കണ്ടു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വഴിയുടെ ഇപ്പോഴത്തെ ദുർഘടാവസ്ഥ കാരണം ബസ് ഇതിലെ ഓടിക്കുന്നതിന് ബസ് ഉടമകളോ മറ്റ് ഏജൻസികളോ തയ്യാറാകുന്നില്ല. മണിമല മേജർ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി വെട്ടിപ്പൊളിച്ച ഭാഗം നവീകരിക്കുന്നതിനോ റോഡ് സംരക്ഷിക്കുന്നതിനോ ബന്ധപ്പെട്ട അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. കോടികൾ നിർമ്മിച്ച് ചെലവിട്ട ഈ ബൈപ്പാസ് റോഡിലൂടെ എന്നെങ്കിലും ഒരു ബസ്സെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, മണിമല. പാറത്തോട് ഗ്രേസി മെമ്മോറിയൽ ഹൈസ്കൂളിലെ PTA വാർഷിക പൊതുയോഗം നടന്നു. ചടങ്ങിൽ പാറത്തോട് പബ്ലിക് ലൈബ്രറിയുടെ സഹായത്തോടെ നടപ്പാക്കുന്ന വായന കളരിയുടെ ഉദ്ഘാടനം ലൈബ്രറി പ്രസിഡന്റ് TA സൈനുല്ല നിർവഹിച്ചു. ലൈബ്രറി രക്ഷാധികാരി NJ കുര്യാക്കോസ്, സെക്രട്ടറി B സുരേഷ്, ഹെഡ്മിസ്ട്രസ് V സൈനം തുടങ്ങിയവർ പങ്കെടുത്തു. ചാമമ്പതാൽ അയ്യപ്പക്ഷേത്രം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ചാമമ്പതാൽ ഗവൺമെന്റ് LPSലെ വിദ്യാർത്ഥികൾക്കായി അക്ഷരജ്യോതി പദ്ധതി ആരംഭിച്ചു. മംഗളം പത്രത്തിന്റെ സഹകരണത്തോടെ നടന്ന പദ്ധതി സ്കൂൾ ഹെഡ്മിസ്ട്രസ് രോഹിണിയമ്മ ഉദ്ഘാടനം ചെയ്തു. പാറത്തോട് ഗ്രേസി മെമ്മോറിയൽ ഹൈസ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ചാക്യാർകൂത്ത് കുട്ടികൾക്ക് പുത്തൻ അനുഭവമായി. അനുഭവാധിഷ്ഠിത പഠനം ലക്ഷ്യം വെച്ച് പാഠഭാഗത്തിന്റെ ദൃശ്യാവിഷ്കരണം പ്രശസ്ത കലാകാരൻ മീനടം ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് നടത്തിയത്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വ്യക്തത വേണ്ടേ? എന്തെങ്കിലും ഒക്കെ പറയാ. എന്താപ്പൊ താൻ പറയണ്ടായി? തസ്മൈ നമഃ കർമ്മണേ, തസ്മൈ കർമ്മണേ നമഃ. അതാപ്പൊ താൻ പറയണ്ടേ? ഞാൻ കർമ്മത്തിനായി കൊണ്ട് നമസ്കരിക്കണു. പാറത്തോട് ഗ്രേസി മെമ്മോറിയൽ ഹൈസ്കൂളിലെ ഈ വർഷത്തെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആരംഭം കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. പാഠ്യാനുബന്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ചാക്യാർകൂത്തിന്റെ അവതരണം പുതുമയുള്ളതായി. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കേരളീയ കലകളെ പുതുതലമുറയിലും സാധാരണക്കാരിലും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രശസ്ത കലാകാരൻ മീനടം ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ചാക്യാർകൂത്ത് അവതരിപ്പിച്ചത്. പ്രാചീന ക്ഷേത്രകലകളായ കഥകളി, തുള്ളൽ, ചാക്യാർകൂത്ത്, കൂടിയാട്ടം തുടങ്ങിയവ പാഠഭാഗത്തിൽ നിന്ന് വായിച്ചറിയുകയെന്നതിലുപരി അവയുടെ അവതരണ രീതിയും സാങ്കേതികത്വവും കുട്ടികളിൽ എത്തിക്കുക എന്ന ലക്ഷ്യവും പരിപാടിക്കുണ്ടായിരുന്നു. ഒരു കാലത്ത് മഹാക്ഷേത്രങ്ങളിലെ കൂത്തമ്പലങ്ങളിൽ മാത്രം അവതരിപ്പിച്ചിരുന്ന ചാക്യാർകൂത്ത് പിന്നീട് മറ്റു വേദികളിലും അവതരിപ്പിച്ചു വന്നിരുന്നു. ക്ഷേത്രകലയായ കൂടിയാട്ടത്തിലെ വിദൂഷകനെ അവതരിപ്പിക്കുന്ന ചാക്യാർ പൗരാണിക കഥകളെ ആനുകാലിക സംഭവങ്ങളുമായി കോർത്തിണക്കി ആക്ഷേപഹാസ്യമെന്ന നിലയിലാണ് അവതരിപ്പിക്കുന്നത്. എന്ന് വേണം. അപ്പോ ഞാൻ പ്രവൃത്തിയെ നമസ്കരിക്കണൂന്ന്. നല്ല ഭാഗായില്ലേ? പ്രവൃത്തിയെ നമസ്കരിക്കേ, അങ്ങനെ രൂപമുണ്ടോ? ആ വിദ്വാനെ നോക്കി, ആ വിദ്വാൻ
മൂർത്തിനെ നമസ്കരിക്കണമെന്നല്ല. ഞാൻ ഇങ്ങനെ ഒരു നമസ്കാരത്തിനെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ല എന്ന് വേണം പറയാൻ. പാഠഭാഗങ്ങളിൽ കൂടി കേട്ടറിവ് മാത്രമുള്ള ചാക്യാർകൂത്തിന്റെ അവതരണം നവ്യാനുഭവമായിരുന്നുവെന്ന് കുട്ടികൾ പറഞ്ഞു. ഞങ്ങൾക്ക് മലയാള പാഠാവലിയിലെ മുരിഞ്ഞപ്പേരിയും ചോറും എന്ന ഒരു ഭാഗത്തിൽ ചാക്യാർ കൂത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട്. എന്നിരുന്നാൽ പോലും ഞങ്ങൾ ഇതുവരെ ചാക്യാർ കൂത്തിനെ കുറിച്ച് കേട്ടറിവല്ലാതെ ഒന്ന് കണ്ടറിയുവാനുള്ള ഒരു ഭാഗ്യവും ലഭിച്ചിരുന്നില്ല. എന്നാൽ ലെറ്റി ടീച്ചറിന്റെയും അർച്ചന ടീച്ചറിന്റെയും സൈനൻ ടീച്ചറിന്റെയും ഒക്കെ പ്രയത്നം കൊണ്ട് ഞങ്ങൾക്ക് ചാക്യാർ കൂത്ത് നേരിൽ തന്നെ കാണുവാനും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുണ്ട്. പാഠപുസ്തകത്തിലും മറ്റു പുസ്തകങ്ങളിലും വായിച്ചറിഞ്ഞ ഒരു അനുഭവം മാത്രമേ ഞങ്ങൾക്ക് ഇതുവരെ ചാക്യാർ കൂത്തിനെ കുറിച്ചും അനുബന്ധ കലാരൂപങ്ങളെക്കുറിച്ചും ഉണ്ടായിട്ടുള്ളൂ. എന്നിരുന്നാൽ ഇന്നിവിടെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ചാക്യാർ കൂത്ത് ഞങ്ങൾ കണ്ടനുഭവിച്ചപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം അനുഭവവേദ്യമായി. ചാക്യാർ കൂത്ത് അരങ്ങ് അണിയറ എന്ന ശില്പശാല മീനയുടെ ഉണ്ണികൃഷ്ണനോടൊപ്പം കലാമണ്ഡലം അനൂപ്, കലാമണ്ഡലം ശിവപ്രസാദുമാണ് അവതരിപ്പിച്ചത്. ക്യാബിനറ്റ് വാർത്തകൾക്ക് വേണ്ടി ക്യാമറാമാൻ അഭിലാഷിനൊപ്പം വിജയകുമാർ പൊൻകുന്ന്. ആനിക്കാട് ശങ്കരനാരായണമൂർത്തി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം 5ാം ദിവസത്തിലെത്തി. യജ്ഞവേദിയിൽ വെള്ളിയാഴ്ച രുക്മിണി സ്വയംവരം പാരായണം ചെയ്തു. സ്വയംവരത്തോടനുബന്ധിച്ച് ഈഴക്കുന്നേൽ കുടുംബക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ശോഭായാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. തുടർന്ന് ദീപാരാധനയും ഭജനയും നടന്നു. വള്ളിക്കുന്നം സുരേഷ് ശർമ്മയാണ് യജ്ഞാചാര്യൻ. സപ്താഹം ഞായറാഴ്ച നടക്കുന്ന അവഭൃത സ്നാനത്തോടെ സമാപിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി ആധാരം എഴുത്തുകാർ നടത്തിയ പണിമുടക്ക് പിൻവലിച്ചു. അതേസമയം പണിമുടക്കിയ ജീവനക്കാർ വ്യാഴാഴ്ച കൊടുങ്ങൂർ സബ് രജിസ്ട്രാർ ഓഫീസ് ഉപരോധിച്ചത് വാക്കേറ്റത്തിനും ചെറിയ തോതിൽ സംഘർഷത്തിനും ഇടയാക്കി. ആധാരം രജിസ്റ്റർ ചെയ്യുന്നത് തടസ്സപ്പെടുത്തിയതായാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. ആധാരമെഴുത്ത് അസോസിയേഷൻ പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി കൊടുങ്ങൂരിൽ സബ് രജിസ്ട്രാർ ഓഫീസ് ഉപരോധിച്ചു. ഉപരോധം ചെറിയ തോതിൽ സംഘർഷത്തിനും കാരണമായി. ആധാരം രജിസ്ട്രേഷൻ ചെയ്യാൻ വന്നവരെ അസോസിയേഷൻ പ്രവർത്തകർ ഓഫീസിനുള്ളിൽ തടഞ്ഞതാണ് വാക്കുതർക്കത്തിനിടയാക്കിയത്. എന്നാൽ കോട്ടയത്തു നിന്നുള്ള ചില ആളുകൾ വക്കീൽ മുഖേന ആധാരം രജിസ്റ്റർ ചെയ്യാൻ ശ്രമം നടത്തിയതാണ് സംഘർഷ സാധ്യതയ്ക്ക് കാരണമാക്കിയതെന്ന് അസോസിയേഷൻ ഭാരവാഹി രവീന്ദ്രൻപിള്ള പറഞ്ഞു. ചിലർ സബ് രജിസ്ട്രാർ ഓഫീസിൽ അതിക്രമിച്ച് കയറുന്നതിനുള്ള ശ്രമം നടത്തിയതായും രവീന്ദ്രൻപിള്ള അറിയിച്ചു. സമരം പിൻവലിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ച ആധാരം നടത്തുന്നതിനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിക്കൊടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമരം പിൻവലിച്ച തീയതിയും കൂടെ അറിഞ്ഞ സ്ഥിതിക്ക് നാളെ അവർ ആധാരം നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് സ്വയം സമ്മതിച്ച് അവർ പിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. ഇവിടെ യാതൊരു സംഘർഷാവസ്ഥയും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നാളെ ആധാരം നടത്തുന്നതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന് വാഴൂർ യൂണിറ്റ് ഉറപ്പും കൊടുത്തിട്ടുണ്ട്. അസോസിയേഷൻ അംഗങ്ങൾ രജിസ്ട്രേഷൻ തടസ്സപ്പെടുത്തി എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കൊടുങ്ങൂർ യൂണിറ്റ് പ്രസിഡന്റ് പ്രസാദ് അറിയിച്ചു. അവർ ഞങ്ങളുടെ സമരം കണ്ടതിന് ശേഷം ഒരു അമ്മയാണ് ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യാനായിട്ട് അവരെ ഞങ്ങൾ കാര്യം പറഞ്ഞു ബോധ്യപ്പെട്ടപ്പോൾ അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു ഇവിടെ ഇന്ന് രജിസ്ട്രേഷൻ നടത്തുന്നത് ശരിയല്ല എന്ന്. രജിസ്ട്രേഷൻ നടത്താമെന്ന വിചാരത്തിലാണ് എറണാകുളത്ത് നിന്നും കൊടുങ്ങൂരിലെത്തിയതെന്നും സമരം ഇത്രയേറെ ശക്തമാണെന്ന് വിചാരിച്ചിരുന്നില്ലെന്നും രജിസ്ട്രേഷൻ നടത്താൻ കഴിയാതെ വന്നവർ പ്രതികരിച്ചു. പള്ളിക്കത്തോടിൽ നിന്നും പോലീസ് സംഘവും സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. ഗവൺമെന്റ് ചീഫ് PC ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൊൻകുന്നത്ത് പ്രകടനം നടത്തി. പ്രകടനം നടത്തിയ പ്രവർത്തകർ PC ജോർജിന്റെ കോലം കത്തിച്ചു. പ്രകടനത്തിന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിജോ കൊട്ടാരത്തിൽ, മണ്ഡലം സെക്രട്ടറിമാരായ ടിൻഡു തോമസ്, രഞ്ജു തോമസ്, സന്തോഷ് പനക്കൽ, ഷിബു ദേവസ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തിലെ ചീഫ് വിപ്പായ PC ജോർജ് അദ്ദേഹം കുറെ നാളുകളായി നമുക്കറിയാം കോടിയേരിയുടെ പിണറായി വിജയനും കൂടെ കൂട്ടുചേർന്നുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ കടന്നാക്രമിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ കണ്ടുനിൽക്കാൻ സാധിക്കുകയില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാലിന്യ സംസ്കരണ സംവിധാനം പഠിക്കാൻ ശനിയാഴ്ച കോട്ടയം ജില്ലാ കളക്ടർ ഉൾപ്പെട്ട സംഘം കൊടുങ്ങല്ലൂരിലേക്ക്. സംഘത്തിൽ നഗരസഭ, വിജയപുരം പഞ്ചായത്ത് അധികൃതരും. എരുമേലി എലിവാലിക്കരയിൽ വ്യാജമദ്യ നിർമ്മാണം നടത്തിയിരുന്ന സംഘത്തിലെ മുഖ്യപ്രതി പിടിയിൽ. പിടിയിലായത് കൂട്ടുകൾ ഒരുക്കിയിരുന്ന കടുത്തുരുത്തി സ്വദേശി. പ്രതിയെ കുടുക്കിയത് പൊൻകുന്നം എക്സൈസ് സംഘം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇടതു സംഘടനകൾ നടത്തുന്ന രാപ്പകൽ സമരം 3ാം ദിവസം. ധാർമ്മികതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്ന് തോമസ് ജോൺ കുപ്പുഴ. പാമ്പാടിയിൽ വീട്ടിൽ മോഷണം. മോഷ്ടാക്കൾ 60 പവനോളം സ്വർണം കവർന്നു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. വാർത്ത അവസാനിക്കുന്നു. നമസ്കാരം.